FFC എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഈ FFC ഇപ്പൊ റിഗ്രറ്റ് ഉണ്ടോ? ഇല്ലല്ല, റിഗ്രറ്റ് ഒന്നുമില്ല. കാരണം നമ്മൾ ഓരോ സമയത്ത് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്, പിന്നീട് റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ ഏതോ ഒരു ഇതിൽ ഞാൻ ചോദിച്ചിരുന്നു, അല്ല ഏതാ എനിക്ക് മറ്റേ 24 ജനകീയ കൂടുതൽ ഞാൻ തോന്നുന്നു, ഇതേ ചോദ്യം ആഷ്മി ചോദിച്ചിരുന്നു. റിഗ്രറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് അങ്ങനെ അത് ഓപ്പൺ ചെയ്തതിൽ റിഗ്രറ്റ് ഇല്ല. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു, അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായി, അതാണ് സംഭവിച്ചു പോയത്. അതിൽ ഇനിയിപ്പോൾ റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല. ഇതും മമ്മൂക്കയുടെ സൂര്യമാനസത്തിലെ ഫോട്ടോ വെച്ച് ഇന്നും ആ പേരുകളിൽ ഇന്നും സ്റ്റിക്കേഴ്സുകളുണ്ട്. ലാലേട്ടന്റെ സ്റ്റിക്കേഴ്സുകളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഇത്രയും അങ്ങ് കോമൺ ആയി വരുന്നൊന്നും അന്നൊന്നും അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അന്നത്തെ ഒരു ഓളത്തിന് അങ്ങ് തുടങ്ങുന്നു. അതെ, ഓളത്തിന് അത് നമ്മൾ അറിയുന്നില്ല. ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അന്നറിയില്ലല്ലോ ഇതിങ്ങനെ ഇത്രയും വലിയൊരു പോപ്പ് കൾച്ചറായി മാറുന്നുള്ള അറിയില്ലല്ലോ. ഇത് പിന്നെ ഒന്നാമത് ഞാൻ ഒരു സംഭവം തുടങ്ങിയതല്ല, ഇതൊക്കെ ആട്രിബ്യൂട്ട് ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ ഡിസമിനേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തുള്ള ഒരു +2 അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ്. അവർക്കെല്ലാം ഇപ്പം 10-30 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പ്രാരാബ്ധമായി. അവരൊന്നും അല്ല ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. അവരൊന്നും ഫാൻ ഫൈറ്റും ഇല്ല, ഒരു പരിപാടിയില്ല, ഫേസ്ബുക്കിന് യൂസ് ചെയ്യുന്നില്ല. അവർക്കെല്ലാം 10-35 വയസ്സായി. ഇപ്പോഴത്തെ പിള്ളേരാണ്, ജെൻസി പിള്ളേർ ഇത് കണ്ടിന്യൂ ചെയ്യുക ഇൻസ്റ്റയിലും അവിടെ ഇവിടെയൊക്കെ. ഇവർക്ക് അറിയില്ല ഇതെങ്ങനെ, ഇതിൻ്റെ ഒറിജിനും ഇതെങ്ങനെ വന്നതെന്ന് എവിടെയാണെന്നും FFC ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബിൽ ചില ദോസ് കൈൻഡ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അറിയില്ല ഇത് എവിടെ നിന്ന് വന്നതെന്ന്. ഇവർ വിചാരിക്കുന്നത് ഞാനിപ്പോൾ എന്തോ കണ്ടുപിടിച്ച് പറഞ്ഞതാണ്. ഇത് ഓൾറെഡി ഉള്ളതാണ്, എക്സിസ്റ്റിംഗ് വേർഡ്സ് തന്നെ ഉപയോഗിക്കുന്നത്. അല്ല ഞാനായിട്ട് കോയിൻ ചെയ്ത വേർഡ്സും അങ്ങനെയൊന്നുമില്ല. അത് പഴയ ആൾക്കാർക്ക് എൻ്റെ റിവ്യൂ ആണ് മനസ്സിലാവും. ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ ഇപ്പം അങ്ങനെ റിവ്യൂ ഇടാറില്ല. യൂട്യൂബ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നു. ഇൻസ്റ്റ അശ്വന്ത് തന്നെയാണോ ഹാൻഡിൽ ചെയ്യുന്നത്? എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ എൻ്റെ ഫോട്ടോസ് മാത്രമേ ഇടാറുള്ളൂ. അശ്വന്ത് തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്യാൻ മാത്രമൊന്നുമില്ല. ഞാൻ വല്ലപ്പോഴും ഒരു ഫോട്ടോ എടുത്തിടും, അത്രേ ഉള്ളൂ. റീൽസ് ചെയ്യാറില്ല. മെസ്സേജസ് ഒക്കെ വായിക്കാറുണ്ടോ അതിൽ തന്നെ? മെസ്സേജസ്, ഹിഡൻ മെസ്സേജസ് ഇടയ്ക്ക് എടുത്ത് വായിച്ചു, ഫുള്ള് തെറിയായിരിക്കും. പിന്നെ അതിൽ ഏതെങ്കിലും ഒന്നെങ്ങനെ ഉണ്ടാവും ജെന്യൂൻ ആയിട്ടുള്ളൊരു മെസ്സേജ്, നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടല്ല, കൂടുതലും തെറിയാണ്. അതൊന്നും മറുപടി നമുക്കില്ലല്ലോ. എന്ത് മറുപടി? ഇവർ വിളിക്കുന്ന തെറിയൊക്കെ മിക്കതും ഞാൻ കണ്ടുപിടിച്ചത്, എന്നിട്ട് അവരെന്നെ തന്നെ വിളിക്കുക. സൃഷ്ടാവിനെയാണ്. ഒരു സിനിമ ഇറങ്ങുന്നു, അതിന്റെ റിവ്യൂ ഇടുന്നു, 2 ദിവസം ശേഷം അത് ഡിലീറ്റ് ആക്കും സിനിമയാണ്. അപ്പം അത് എന്തുകൊണ്ട് ഡിലീറ്റ് ആക്കി എന്നുള്ള അതിൽ നിന്ന് കേട്ട ഒരു കഥ, എനിക്കൊരു കഥ അറിയാം. ഒറിജിനൽ വേഷം, OG വേഷം ഞാൻ പറഞ്ഞു അത് ഞാൻ കേട്ട കഥ എന്തോ ആയിക്കോട്ടെ. ഒറിജിനൽ വേർഷൻ എന്താണ്? ഒറിജിനൽ വേഷം ഇയാളെ പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തി, വധഭീഷണി, അയാൾ പറഞ്ഞ വാക്കുകൾ നമ്മുടെ പറയാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് ഞാനൊരു ഡിപ്രസീവ് സ്റ്റേറ്റിലായിരുന്നുണ്ടായത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ലൈഫിലൊരു സ്റ്റേജസ് ഉണ്ടാവുമല്ലോ. അന്ന് എനിക്ക് ഞാൻ ഭയങ്കര ലോൺലി, മെൻ്റലി വീക്കായി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇയാൾ എന്നെ കൊല്ലുന്നു, ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു വെച്ചിട്ടൊന്നുമല്ല. ഇയാൾ പറഞ്ഞത് ഞാനിത് ഇപ്പം 5-6 ആൾക്കാരായിട്ട് ഇപ്പം അങ്ങോട്ട് വരുവാണ്, കോഴിക്കോടേക്ക് വരുവാണ്. ഇവിടെ വന്നിട്ട് വിളിച്ചത് വന്നിട്ടൊന്നുമല്ല, അയാൾ കൊച്ചിയിൽ നിന്ന് വിളിച്ചത്. അയാൾ വരുന്ന പറഞ്ഞത്, എന്നിട്ട് SM സ്ട്രീറ്റ് കൊണ്ടുപോയിട്ട് നിന്നെ ഇത് ചെയ്യും അത് ചെയ്യുന്നൊക്കെ. അയാളൊരു ഫാൻറ്റസി പറയാം അയാൾ. അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞ് പിന്നെ ഇയാൾ വിടുന്നില്ല. ഞാൻ പറഞ്ഞാൽ പറ്റൂല, ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. ഇയാൾ നല്ല തെറിയ പറയാം, ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞാൽ അതൊക്കെ മോശമല്ലേ, ഇങ്ങനെ പറയുന്നത് മോശമല്ലേ, തെറി പറയാൻ നമുക്ക് അറിയാത്തോണ്ടല്ലോ. പിന്നെ ഇയാൾ വളരെ പ്രായമുള്ളൊരു മനുഷ്യനല്ലേ. അപ്പോൾ ഇയാളെ ഫാൻറ്റസീസ് പറയുന്നത്, ഇയാളെ പെർവേർഷൻ മൊത്തം ഇയാൾ പറയാം. അത് ഇവിടെ പറയാൻ പറ്റില്ല ഇയാൾ എന്താ പറയുന്നത്. അങ്ങനെ ഇയാൾ ഒരു കോള് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല പറഞ്ഞു. അപ്പോൾ രാത്രി ഇയാൾ വീണ്ടും വിളിച്ചു. അങ്ങനെ ഇത് ഈ പറഞ്ഞ പോലെ കേസ് ഉണ്ട്. ഈ ഭയങ്കര ഹൈപ്പില്ലാത്തത്, ലോ ഇല്ല, ആരും കാണാത്ത പടം. ചെയ്താലും ചെയ്തില്ലെങ്കിൽ കുഴപ്പം. ഒരുപക്ഷെ ഇയാളതിന് മുമ്പ് ഭീഷണിപ്പെടുത്തല്ലാതെ മറ്റു കേസ് പോലെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ സിനിമേനെ കാണില്ലായിരുന്നു. പക്ഷേ ഇയാൾ ഇതിന് ശേഷമാണ്. അപ്പോൾ ലാസ്റ്റ് എനിക്ക് എൻ്റെ മെൻ്റൽ കണ്ടീഷൻ മോശമായതുകൊണ്ട് എനിക്ക് ആ സമയത്ത് പ്രഷർ എടുക്കാനുള്ള മൈൻഡില്ല. എനിക്ക് 2 വഴിയുള്ളത്. ഒന്ന് ഡിലീറ്റ് ചെയ്യാതെ ലീഗലായിട്ട് പോവാം. എനിക്ക് തൊട്ടടുത്ത സ്റ്റേഷനിൽ പോയിട്ട് കോൾ റെക്കോർഡ്, വധഭീഷണി മാത്രമല്ല, ഇയാൾ ഭയങ്കര ഭീകരമായുള്ള സാധനങ്ങൾ പറയാം, കോൾ റെക്കോർഡ് ഉണ്ട്. എന്നിട്ട് എനിക്ക് പ്രസ് മീറ്റും വിളിക്കാം, മീഡിയക്കും കൊടുക്കാം. അതൊന്ന്. പക്ഷെ അതിന് പോയി ഞാൻ പുറകെ പോകണം. പിന്നെ അതിനുള്ള സ്റ്റഫില്ല, പടം അതിനുള്ള സ്റ്റഫില്ല. പിന്നെ രണ്ടാമത് എനിക്ക് ചെയ്യാൻ വെച്ചാൽ ഇയാളെ വെല്ലുവിളി സ്വീകരിക്കാം. അത് നിങ്ങൾ വന്നോ, ഇയാൾ അഡ്രസ്സ് താടാ മോനെ, ആ ലൈനില്ല. അപ്പം ഞാൻ എൻ്റെ അഡ്രസ്സ് ഇതാണ്, നിങ്ങൾ വന്നോ, ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശല്യം ഒഴിവാക്കുക, ഇത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി കളയാം. പക്ഷെ അന്ന് എനിക്ക് പറ്റിയ മിസ്കാൽക്കുലേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇത് ഡിലീറ്റ് ചെയ്താൽ ശ്രദ്ധിക്കൂല എന്ന്. പക്ഷെ അതിൻ്റെ ചെറിയ പടമായതുകൊണ്ടേ. പക്ഷെ ഓൾറെഡി ഇയാൾ അതിലൊരു കളി കളിച്ചതിന് സംശയമുണ്ട്. കാരണം ഇത് ഡിലീറ്റ് ചെയ്ത്
വിത്തിൻ മിനിറ്റ്സിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് സിനിപോളിസ് അല്ല എന്തായാലും ഫയൽസ് ഞാൻ ഗ്രൂപ്പ് ഉണ്ട്. അതിലൊരു ഫേക്ക് ഐ ഡി ഉണ്ട്. അത് ആരെ ഐ ഡി എന്ന് എനിക്കറിയില്ല. അത് പേര് ഓർക്കുന്നില്ല. എന്തോ ഒരു പ്രണവ് മോഹൻലാലിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് മനസ്സിലായി. പേരെനിക്ക് ഓർമ്മയില്ല. അപ്പോ ഇയാളെ വിത്തിൻ മിനിറ്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്ത ഉടനെ പോസ്റ്റ് വരണമെങ്കിൽ ഓൾറെഡി പ്ലാൻഡാ. അപ്പൊ ഇയാളിങ്ങനെ ഇതിനപ്പുറത്തെ പ്ലാൻ ചെയ്യുന്ന ഞാനറിയില്ല. ഞാനൊരു ശല്യം ഒഴിവാട്ടം വെച്ച് ചെയ്ത കാര്യം ഇയാൾ എന്ത് ചെയ്ത്, ഇയാളത് വെച്ച് കളിച്ച്. ഇയാൾ അപ്പം തന്നെ പോസ്റ്റ് വന്നപ്പോൾ അതിൽ വേറെ സംഭവം ഉണ്ടായി. ഇത് ഡിലീറ്റ് ചെയ്ത കാര്യം പിന്നെ നിരന്തരം പോസ്റ്റ് വരാം. പിന്നെ ഇവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ സിനിമാക്കാർ തള്ളറിയാലോ. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ പല സിനിമാക്കാർ പറഞ്ഞു കേട്ടാ, അയാൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ ഗൺ പോയിന്റിൽ നിർത്തി. എന്നിട്ട് തലയ്ക്ക് തോക്ക് വെച്ചിട്ട് അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തെന്നൊക്കെയാണ് സിനിമാക്കാർ പറഞ്ഞു നടക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഒരു മാനസികാവസ്ഥ പിന്നെ എനിക്കതിൽ റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ട് ചെയ്തതിൽ. അപ്പോൾ ഇതിവർ പ്ലാൻ ചെയ്തിട്ട്, അതായത് ഇവർക്കൊരു ബ്രേക്ക് ത്രൂ ആണായിരുന്നു. അതായത് എത്രയും കാലം ഉണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും വഴങ്ങൂല, പൈസ വാങ്ങൂല, ഭീഷണിപ്പെടുത്തി വഴങ്ങൂല. അപ്പം അത് ഇവർക്ക് പൊളിച്ചിട്ട് എൻ്റെ ആ ഒരു ഐഡന്റിറ്റി ഇവർക്ക് പൊളിക്കണമായിരുന്നു. ക്രെഡിബിലിറ്റി ഇവർക്ക് പൊളിക്കണമായിരുന്നു. അപ്പോൾ ആ ക്രെഡിബിലിറ്റി പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, പ്ലാൻഡ്. ഇതിൻ്റെ പിന്നിൽ ഇയാൾ അസോസിയേഷൻ ആളാണല്ലോ. പിന്നെ ഇയാൾ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇയാൾ വൻ ടീമാണെന്ന് എനിക്കറിയാം. പഴയ എന്തൊക്കെയോ വൻ കേസസുള്ള ആളാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഇയാൾ എന്നെ അടുത്ത് വീണ്ടും എന്നെ വിളിക്കുമോ എനിക്കറിയില്ല. ഇന്റർവ്യൂ കണ്ടിട്ട് ഇപ്പൊ അത് പറയാനുള്ള ഒരു ഇത് പ്രചോദനം വന്നത് പ്രചോദനത്തിനല്ല, അത് നമ്മളോരോ മൂഡല്ലേ. ഇതേ ക്വസ്റ്റ്യൻ മുമ്പും പലരും ചോദിച്ചിട്ടുണ്ട്. ബൈജു എന്നാർ ഇന്റർവ്യൂവിലാണ് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു വാക്കൻ ഇന്റർവ്യൂ ആയിട്ട് ഇത്ര വിശദമായി പറയാൻ പറ്റിയില്ല. അപ്പം ഇയാളെ നാളെ ആളെയും കൂട്ടി വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഓരോ പിന്നെ നമുക്കൊരോ മൂഡല്ലേ. പക്ഷെ അത് ഇതുവരെ യൂസ് ചെയ്യുന്നുള്ള ഞാൻ അറിഞ്ഞില്ല. മനസ്സിലായോ? ഇവരിത് എൻ്റെ ക്രെഡിബിലിറ്റി തകർക്കാൻ, അല്ലെങ്കിൽ ഞാനിങ്ങനെ കീഴടങ്ങുന്ന ആളാണെന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പ്രൊപ്പഗാൻഡയായിട്ട് യൂസ് ചെയ്യുന്നുള്ള ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഇയാൾക്ക് ഒരു മാനസിക പ്രശ്നം ഉണ്ടായി പടത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ. അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡിലീറ്റ് ചെയ്താലും അറിയില്ലെന്ന് വിചാരിച്ചേ. കാരണം എന്നെ എത്ര ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സംഭവം ഡിലീറ്റ് ആയി എന്നേ വിചാരിച്ചുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ടെക്നിക്കലി ഡിലീറ്റ് ആവുമല്ലോ, കോപ്പിറൈറ്റ് വന്നിട്ട് ഡിലീറ്റ് ആവുമല്ലോ. അത് ആൾക്കാർ അങ്ങനെ എടുത്തോട്ടെ ഞാൻ വിചാരിച്ചാ. നോക്കും ഇവർ തന്നെ പറഞ്ഞു, തോക്കിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ച ഇവർ തന്നെ പറഞ്ഞു പാട്ടാക്കി. അതൊരാൾക്കാർക്ക് മനസ്സിലായി ഡിലീറ്റ് ചെയ്താണെന്ന്. അപ്പം അത് കഴിഞ്ഞ കാര്യം. പിന്നെ അതിന് ശേഷം പുള്ളി പടം ചെയ്തിട്ടില്ല. പിന്നെ മറ്റേ ഇത് സമ്മറിൻ ബദലയം റിലീസ് ചെയ്യുന്നു ദേവദൂതൻ. പക്ഷെ അത് എനിക്ക് താല്പര്യമില്ലാത്ത പടങ്ങളായിട്ട് കണ്ടിട്ടില്ല. ദേവദൂതൻ എനിക്ക് താല്പര്യമില്ലാത്ത പടം. പക്ഷെ നല്ലൊരു സിനിമയല്ല ദേവദൂതൻ. അതിൽ എനിക്ക് ആ ജോൺറ വലിയ താല്പര്യമില്ല. സമ്മറിൻ ബദലയം അതായത് താല്പര്യമുണ്ട്, പുതിയ പടമാണ് താല്പര്യം. റീവാച്ച് ചെയ്യാൻ എനിക്ക് പടം കണ്ടിട്ടുണ്ട്. എനിക്ക് ഹൊററും ഫാന്റസിയും റീവാച്ച് ചെയ്യാൻ താല്പര്യമില്ല. രാവണപ്രഭു ഞാൻ 2 വട്ടം കണ്ടു റിലീസിന്. എനിക്ക് കൈൻഡ് ഓഫ് മാസ് അന്ന് അല്ല, ഇപ്പൊ റീറിലീസ് ചെയ്യുമ്പോൾ 2 വട്ടം കണ്ടു. ഇത്തവണ 2 വട്ടം കാരണം ദോസം മൈ കപ്പ് ഓഫ് ടീ. അപ്പോൾ എനിക്കത് കാണാൻ താല്പര്യം ഉണ്ടാവും. അല്ലാതെ സ്റ്റേറ്റ് അല്ല. ഓക്കെ.